ഭക്തലക്ഷങ്ങൾ പൊങ്കാലയർപ്പിച്ച് പുണ്യം നേടി. പ്രാർത്ഥനാ പുണ്യം തേടി ലക്ഷക്കണക്കിന് സ്ത്രീകൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് സായുജ്യമടഞ്ഞു. കുംഭമാസത്തിലെ പൂരം നാളിൽ പൗർണമി ദിനത്തിലാണ് ഭക്തി നിർഭരമായ പൊങ്കാല നടന്നത്. നഗരവേദികളെല്ലാം പൊങ്കാലയെടുപ്പുകളാൽ നിറഞ്ഞിരുന്നു. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ഈ വനിതാ ഉത്സവം ഭക്തിയും ആത്മീയതയും നിറഞ്ഞ ഒത്തുചേരലാണ്. രാവിലെ 9:15 ചടങ്ങുകൾക്ക് തുടക്കമായി. കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം നടത്തുന്ന ഭാഗം തോറ്റംപാട്ടുകാർ പാടിക്കഴിഞ്ഞപ്പോൾ തന്ത്രി പരമേശ്വരൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി അനീഷ് നമ്പൂതിരി ശ്രീകോവിലിൽ നിന്നും ദീപം ക്ഷേത്രത്തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് പകർന്നു. തുടർന്ന് അതേ ദീപം ക്ഷേത്രത്തിനു മുന്നിലെ പണ്ടാരടുപ്പിലേക്ക് പകർന്നു. ഇതേസമയം ഭക്തർ തയ്യാറാക്കിയ അടുപ്പുകൾ കത്തിക്കാനുള്ള വിളംബരമായി ചെണ്ടമേളവും കരിമരുന്ന് പ്രയോഗവും മുഴങ്ങി. പണ്ടാരടുപ്പിൽ നിന്നും പകർന്ന ദീപം ഏറ്റുവാങ്ങി ഭക്തർ സ്വന്തം അടുപ്പുകളിൽ ജ്വലിപ്പിച്ചതോടെ നഗരം യാഗശാലയായി മാറി. ഉച്ചപൂജയ്ക്ക് ശേഷം 2:15 പൊങ്കാല നിവേദിച്ചു. 350 പൂജാരിമാരെയാണ് ഇതിനായി നിയോഗിച്ചിരുന്നത്. ചന്ദ്രഗ്രഹണ ദിവസമായിരുന്നതിനാൽ ഉച്ചകഴിഞ്ഞ് 3:10 മുതൽ രാത്രി 7 മണി വരെ നടയടച്ചതിനാൽ ക്ഷേത്ര ദർശനം ഉണ്ടായിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.